വന്നോ അപർണ? കൺഗ്രാറ്റുലേഷൻ. ഹലോ അപർണ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ് ചേച്ചി. എനിക്ക് പാർട്ടി ആഘോഷിക്കാനുള്ള ഒരു മൂഡില്ല. ഞാൻ പോകുന്നു. ബാലു, ഇത് വലിയ കഷ്ടമായല്ലോ. അമ്പെടുക്കുമ്പോ വില്ലെടുക്കില്ല, വില്ലെടുക്കുമ്പോ അമ്പെടുക്കില്ല എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ബാലു ഇല്ലാതെ നമ്മൾ എങ്ങനെ ആഘോഷിക്കും? അത് കാര്യാക്കണ്ട. ബാലുവിനെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചു കൊണ്ടുവരാം. ഞാൻ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല. ഗണേശ മാമൻ കൂടെ വാ. ഞാനും കൂടെ വരാം. വാ. ബാലു വാ. ബാലു, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നല്ല തലവേദന. പ്ലീസ് എന്നെ വിട്ടേക്ക്. ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. എന്നാ പിന്നെ ഞങ്ങൾ ഇതൊന്നും ഒരുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കായിരുന്നല്ലോ. വായേട്ടാ. അല്ല, ബാലുവിന് താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ മെനക്കിടുന്നേ? നമുക്ക് പോവാം. ആരും എവിടെയും പോകുന്നില്ല. ബാലു, ഒരു പൊതു സന്തോഷത്തിന് വേണ്ടി അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ചിലപ്പോ മാറ്റി വെക്കേണ്ടി വരും. അപർണയ്ക്കും നിനക്കും വേണ്ടിട്ടാ ഈ പാവങ്ങൾ ഇതെല്ലാം സംഘടിപ്പിച്ചത്. ഞാൻ പൈസ കൊടുക്കാന്ന് നിർബന്ധിച്ചപ്പോ 5 പൈസ പോലും ഇവര് വാങ്ങിച്ചിട്ടില്ല. ഇവര് കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കിയ എന്റെ പൈസ എന്റെ ഒരു ഭാഗം എടുത്തിട്ടാ ഈ ഒരുക്കങ്ങൾ അത്രയും സംഘടിപ്പിച്ച്. ഇവർക്ക് എന്താ തലയിലെടുത്തണ്ടാ നിങ്ങളെല്ലാം സന്തോഷിപ്പിക്കണമെന്ന്? നീ തിരിച്ചറിവുള്ളവനല്ലേ, ചിന്തിച്ച് തീരുമാനിക്ക്. സുധേച്ചി പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് ഞങ്ങളൊക്കെ പറയണോ? ഇവരൊക്കെ പറയുന്ന കേൾക്കുന്നില്ലേ ബാലു? ഇനി സമയം കളയണ്ട. അമ്മേ ഒന്ന് പിടിച്ചേ. ബാലു വാ മോനെ, വാ. എന്നാ പിന്നെ കേക്ക് കട്ട് ചെയ്താലോ? അതെ കട്ടി. അതെ അതെ. കേക്ക് കട്ട് ചെയ്യാൻ വരട്ടെ. ഇതെന്റെ 1 മിനിറ്റ്. ഈ സൂപ്പർ സുധാമണിക്ക് എന്നെ അറിയാമോന്നൊന്ന് നോക്കട്ടെ. മഹിമ ഡോക്ടർ. മറന്നിട്ടില്ല. ഓ നൈസ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മഹിമ, അപർണയുടെ ആന്റി. ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടി നടക്കുന്നു എന്നറിഞ്ഞ് ഞാൻ ക്ഷണിക്കാതെ തന്നെ ഇങ്ങ് വന്നതാ. ആന്റി യുഎസിലാ, ന്യൂയോർക്കിലെ ലീഡിംഗ് ഡോക്ടറാ. അപ്പോ നമ്മുടെ ചീഫ് ഗസ്റ്റിനെ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനത്തിനും ആഘോഷത്തിലും പങ്കുകൊള്ളാനായി ക്ഷണിക്കുന്നു. വിത്ത് പ്ലഷർ. ആദ്യം കേക്ക് കട്ടി. ആഘോഷത്തിന്റെ ബ്രേക്ക് ടൈമിൽ കേക്ക് കട്ട് ചെയ്യാം. സത്യത്തിൽ ഞാൻ സുധാമണിയെ കാണാനും കൂടിയാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. മുൻപ് ഇവിടെ ഡോക്ടേഴ്സിന്റെ കോൺഫറൻസിൽ സുധാമണിയുടെ കൈപുണ്യം രുചിച്ചറിഞ്ഞിട്ടുണ്ട് ഞാൻ. സുധാമണിയുടെ മോനാണ് എന്റെ അപ്പുവിനെ വിവാഹം ചെയ്തതെന്നറിഞ്ഞ് ഞാൻ ഏറെ സന്തോഷിച്ചു. എനിക്കിവരുടെ വിവാഹത്തിന് വരാൻ പറ്റിയില്ല. ഇവർക്ക് ഒരു കുഞ്ഞു വിവാഹ സമ്മാനം കൊടുക്കാനും കൂടിയാ ഞാൻ ഇന്നിങ്ങോട്ട് വന്നത്.
താങ്ക് യു. താങ്ക് യു. എന്നാ പിന്നെ ആഘോഷം തുടങ്ങിയാലോ? ഉണ്ടായി. നിങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പോ ഞാനും പിറകെ ഇറങ്ങി. യാമിനീച്ചിയോടൊക്കെ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് നിങ്ങളെയും സുധാമണിയെയും കണ്ടിട്ട് പോകാന്ന് വെച്ചു. പക്ഷെ അവിടെ സംഭവിച്ചതൊക്കെ നല്ലതിനു വേണ്ടിയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഇത്രയും അവിസ്മരണീയമായ കുറേ നിമിഷങ്ങൾ എനിക്ക് അതുകൊണ്ടല്ലേ കിട്ടിയത്. ആരാ സുധാമണി? അത് കാറ്ററിംഗിന്റെ ആൾക്കാരാ. ബാലുവിന്റെ ഉള്ളിലെ വിഷമം എനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. പോട്ടെ, ബാലുവിന്റെ നന്മ ഒരിക്കൽ അവരെന്തായാലും തിരിച്ചറിയും. ഒക്കെ മതി. കേറി വാങ്ങിട്ടു. എന്താ സർ, എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് ഇവിടുത്തെ കോളനിക്കാർക്ക് എല്ലാവർക്കും അറിയാം. പറഞ്ഞു കേട്ടില്ലേ? മതി, വന്നേ കേട്ടു. ഓ, ലോകത്താരും ഇതുവരെ CEO ആയിട്ടില്ലല്ലോ. എല്ലാവരും സന്തോഷിക്കുന്ന ദിവസമല്ലേ സർ? ആര് പറഞ്ഞ് എല്ലാരും സന്തോഷിക്കുന്നെന്ന്? എനിക്ക് സന്തോഷമൊന്നുമില്ല. പിന്നെ അതുമല്ല, എന്റെ മോടെയും ഭാര്യയുടെയും കാര്യത്തിൽ ആരും ഇടപെടാൻ വരണ്ട. കേറിപടി. പിള്ളേച്ചൻ പോയില്ലേ? ഇനി അവിടെ നിൽക്ക്. കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് പോയാ മതി. നമ്മളെന്താ പറഞ്ഞു വന്നേ? അവര് വരുന്ന കാര്യം. ഡോണ്ട് വരി. ഹലോ, എത്ര നേരം കൊണ്ട് വിളിക്കുക? എന്താ ഫോൺ എടുക്കാൻ വയ്യേ? ഇതുപോലെ ഒരുപാട് നമ്പറുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതേ അനാഥാലയൊന്നും അല്ല കൊണ്ട് തള്ളിയിട്ട് പോവാൻ. നാളെ ഡിസ്ചാർജാ.
നാളെ വന്ന് കൂട്ടിക്കൊണ്ട് പോണം. ഞാൻ പറഞ്ഞില്ലേ സിസ്റ്ററെ, അദ്ദേഹവുമായി എനിക്കിപ്പോ യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്ക് അദ്ദേഹത്തോട് ബന്ധമൊന്നും കാണില്ലായിരിക്കും, പക്ഷേ അദ്ദേഹത്തിന് നിങ്ങളോട് ബന്ധമുണ്ട്. അതുകൊണ്ടാണല്ലോ കാറിടിച്ച് ചാവാൻ പോയ നിങ്ങളെ കഷ്ടപ്പെട്ട് രക്ഷിച്ചത്. സിസ്റ്റർ, ഞാനൊന്ന് പറയട്ടെ, അദ്ദേഹം എന്നെ താലി കെട്ടിയെന്നുള്ളത് നേരാ, പക്ഷെ ഞങ്ങൾ അകന്നാ കഴിയുന്നേ. അദ്ദേഹത്തെ എനിക്ക് എന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാ. എന്നെ ഒന്ന് രക്ഷിക്കണം. നിങ്ങളെ രക്ഷിക്കാനാ നിങ്ങളുടെ ഭർത്താവിനെ ഇവിടെ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല. പറഞ്ഞല്ലോ, ഞങ്ങൾ പോലീസിനെ അറിയിക്കും, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അയ്യോ, അത് വേണ്ട, പോലീസിനൊന്നും അറിയിക്കണ്ട. എങ്കിലേ രാവിലെ ഇങ്ങോട്ട് വന്നേക്ക്, എന്നിട്ട് ഭർത്താവിനെ അങ്ങ് കൊണ്ടുവയ്ക്കോ. ഹലോ ഹലോ. സുധാമണിയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ? ഞാൻ അറിഞ്ഞത് മരണപ്പെട്ടു എന്നാണല്ലോ. എന്താ സുധാമണി, ഞാൻ വന്നത് മുതൽ തന്നെ ശ്രദ്ധിക്കുക. ഒരാഘോഷം നടക്കുകയാണെങ്കിലും അതിന്റെ ഒരു ഉത്സാഹം മുഖത്തില്ല. പിന്നെ അന്നത്തെ ആ ഡോക്ടേഴ്സ് മീറ്റിൽ നടന്ന ഫംഗ്ഷനിൽ ഞാൻ പരിചയപ്പെട്ട സുധാമണി വേറൊരു സുധാമണിയായിരുന്നു. കളിയും ചിരിയും ഒക്കെ ആയിട്ട്. ഞങ്ങളുടെ അപർണയെ സുധാമണിയുടെ മകനാണ് വിവാഹം ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോ ഏറ്റവും സന്തോഷിച്ചത് ഞാനായിരിക്കും. പക്ഷെ എന്താ സുധാമണി, എന്താ കാര്യം? സുധാമണി എന്തൊക്കെയോ പ്രശ്നങ്ങളിലാണെന്ന് തോന്നുന്നു. ഏയ്, ഒന്നുമില്ല. ഓക്കെ സുധാമണി, സോറി. എന്റെ ഒരു സഹോദരിയെ പോലെ കണ്ടിട്ടാ ഞാൻ സ്വാതന്ത്ര്യം എടുത്ത് ഓരോന്ന് ചോദിച്ചത്. ഒരാള് ഫോൺ ചെയ്യുന്നത് ശ്രദ്ധിക്കാൻ പാടില്ലെങ്കിലും സുധാമണിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയപ്പോഴാ എന്താ കാര്യമെന്നറിയാൻ ഞാൻ പുറകെ വന്നത്. സോറി സുധാമണി. സുധാമണിയുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെട്ടതിന് എന്നോട് ക്ഷമിക്കണം. അയ്യോ, അങ്ങനൊന്നും പറയരുത്. അപർണമോളുടെ വീട്ടിലെ ആഘോഷത്തിൽ നിന്ന് മാറി ഇവിടെ ഈ കോളനിയില് ഞങ്ങൾക്കൊപ്പം വന്നപ്പോ തന്നെ അറിയാം ഈ മനസ്സിന്റെ വലിപ്പവും ആത്മാർത്ഥതയുമല്ല. ഞാൻ എന്റെ വിഷമങ്ങൾ പറയാത്തത് മറ്റൊന്നും കൊണ്ടല്ല. ആര് വിചാരിച്ചാലും രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല ഞാനിപ്പോ. എന്താ അവസ്ഥ? അതൊന്ന് പറയൂ. പിന്നെ ഒരു കാര്യം കൂടി, എന്ത് സംഭവിച്ചാലും എന്നിൽ നിന്ന് മറ്റൊരാളിലേക്ക് ആ രഹസ്യം പോവില്ല. അത് ഞാൻ ഉറപ്പു പറയാം. അക്കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പും വേണ്ട, അതെനിക്കറിയാം. എങ്കിൽ പറയാം, എന്താ സുധാമണിയുടെ വിഷമം? സാഗറും ബാലു, പിന്നെ അപർണമോളും. എനിക്ക് പോകാനൊരു സ്ഥലമില്ല. എന്നെ കൈവിടരുത്. ഓ, അപ്പൊ ഇതൊക്കെയാണല്ലേ സുധാമണിയുടെ പ്രശ്നങ്ങൾ. ഞാൻ ഡിവൈഎസ്പിയെ വിളിക്കാം. എനിക്ക് പേഴ്സണലായി അറിയാവുന്ന ആളാണ്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അദ്ദേഹം പോസിറ്റീവായി കൈകാര്യം ചെയ്യും. സുധാമണി ഒട്ടും ടെൻഷൻ ആവണ്ട. അയ്യോ വേണ്ട. സുധാമണി ധൈര്യമായിട്ടിരിക്കുക. ഒരു പ്രോബ്ലം ഉണ്ടാവാതെ ഞാൻ ശരിയാക്കി തരാം. വേണ്ട മാഡം, പ്ലീസ് വേണ്ട. ഒരു സഹോദരിയെ പോലെ എന്റെ കാര്യത്തിൽ ഇടപെട്ടല്ലോ, എന്നെ സഹായിക്കാൻ തയ്യാറായല്ലോ, അത് മതി. എനിക്കത് തന്നെ ധാരാളം.
എന്റെ മനസ്സിനൊരു ആശ്വാസം കിട്ടി. എന്തായാലും ഞാൻ നാളെ ആശുപത്രി പോകാൻ തീരുമാനിച്ചു. ഇനി എന്ത് വേണമെന്നുള്ളത് അവിടെ ചെന്നിട്ട്. എനിക്കൊരു സഹായം ആവശ്യം വന്നാ അപ്പൊ ഞാൻ വിളിക്കും, മടിക്കാതെ വിളിക്കും. സുധാമണിയുടെ തീരുമാനം അതാണെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നു. അപർണമോളുടെ കയ്യില് എന്റെ നമ്പറുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും ചോദിച്ച് വിളിക്കണം. എനിക്ക് പോകാൻ സമയമായി. നമുക്കേ പുറത്തേക്ക് ചെല്ലാം. ഇതേ സന്തോഷിക്കേണ്ട സമയമാണ്. കുറച്ചു നേരത്തേക്ക് എല്ലാ ടെൻഷനും മാറ്റിവെക്കണം. വരും. വാ വാ. ഹലോ. അടുത്തതായി നമ്മുടെ പ്രിയങ്കരിയായ ഡോക്ടർ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നു. തീർച്ചയായും നിങ്ങളോടൊപ്പം എനിക്ക് ഒരുപാട് നേരം ഈ ആഘോഷത്തിൽ പങ്കുചേരണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് പോവാൻ സമയമായി. രാവിലെ തന്നെയുള്ള ഫ്ലൈറ്റിന് എനിക്ക് മടങ്ങേണ്ടതാ. അയ്യോ, അത് കഷ്ടായിപ്പോയല്ലോ ആന്റി. അത് സാരല്ല മോളെ. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ, ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഉള്ളു തുറന്ന് സന്തോഷിച്ച ദിവസങ്ങൾ അപൂർവ. പുറത്തെ ആർഭാടങ്ങളിലല്ല, മനസ്സ് തൊട്ടറിയുന്ന സ്നേഹത്തിലും സഹകരണത്തിലുമാ സന്തോഷം അടങ്ങിയിരിക്കുന്നത്. ജീവിതത്തിലെ വിഷമവും പ്രതിസന്ധികളും അറിഞ്ഞവരുടെ സ്നേഹം തെളിഞ്ഞ സ്നേഹമായിരിക്കുമെന്നാണ് എന്റെ അനുഭവം. ഏതായാലും ഇത്രയും സുന്ദരമായൊരു ദിവസം സമ്മാനിച്ചതിന് എല്ലാവരോടും വീണ്ടും വീണ്ടും നന്ദി. ഗുഡ് ബൈ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ശരി, ബൈ. വേണ്ട, ന്യായീകരണങ്ങൾ ഒന്നും തന്നെ വേണ്ട. ആരാ ഇപ്പൊ നാണം കെട്ടത്? ബാലുവിനെ താറടിക്കാൻ നോക്കിയിട്ട് നമ്മളൊക്കെ തന്നെ അപഹാസ്യരായത്. നമ്മുടെ മോളുടെ ജീവിതം വെച്ച യാമിനി നീ സുധാമണിയോടുള്ള വാശി തീർക്കാൻ നോക്കുന്നു. സന്ദീപേട്ടന് അബദ്ധത്തിൽ എന്തോ ചെയ്തു പോയതിന് എന്നെ കുറ്റപ്പെടുത്തുന്ന എന്തിനാ മഹേഷ്? സന്ദീപ് അറിയാതെ ചെയ്തു. എന്താ കൊച്ചു കുട്ടിയാണോ? നിങ്ങൾ മൂന്നുപേരും ചേർന്ന് കരുതിക്കൂട്ടി ചെയ്ത കളിയായത്. കളിച്ചത് ഞങ്ങളല്ല, മഹേഷിന്റെ പുന്നാര അനിയത്തി മഹിമ തന്നെയാ. അവൾ ആരാ? CID. ഇവിടുത്തെ ഫംഗ്ഷന് പങ്കെടുക്കാനൊന്നും അല്ല അവള് വന്നത്. ഈ വീട്ടിലെ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കാനാ. അത് സത്യം. അതെ, ചെറിയൊരു CID പണി നടത്താൻ തന്നെയാ ഞാൻ വന്നത്. ഇപ്പൊ തന്നെ ഞാനൊരു CIDയെ പോലെ വന്നതുകൊണ്ട് ഇവിടുത്തെ സംഭാഷണം കേൾക്കാൻ പറ്റിയല്ലോ. ദേഷ്യപ്പെട്ടു പോവാതെന്റെ നാത്തൂനെ. നാത്തൂനോ? കളിയാക്കാണോ? മഹിമ എന്നെ ശത്രുവായിട്ടല്ലേ കാണുന്നത്? അതുകൊണ്ടാണല്ലോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തിയത്. നാണം കെടുത്തിയോ? ഞാൻ യാമിനെ നാണക്കേടിൽ നിന്ന് രക്ഷിക്കുകയല്ലേ ചെയ്തത്. അപ്പൂനെ വിവാഹം ചെയ്തയാള് മദ്യപാനിയും മദ്യപിച്ച് അലമ്പുണ്ടാക്കുന്ന ഒരു മോശ ആളാണെന്നും ഒക്കെ നാട്ടുകാരറിയുന്നതല്ലേ നമുക്ക് നാണക്കേട്. നിനക്ക് ഫ്ലൈറ്റിന് സമയമായില്ലേ മഹിമ? എന്നെ പറഞ്ഞയക്കാൻ ഇത്ര ധൃതിയായോ? പക്ഷേ ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോവുള്ളൂ. ഫ്ലൈറ്റ് മിസ്സാവുകയാണെങ്കിൽ അങ്ങ് മിസ്സാവട്ടേന്ന്. യാമിനിയുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. സുധാമണിയല്ലേ പ്രശ്നം? അതെ, സുധാമണി തന്നെ എന്റെ പ്രശ്നം.